നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പഠനരീതി മുതൽ പഠന സമയം വരെ മാറാനൊരുങ്ങുകയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ശ്രമം. അവധിക്കാര്യത്തിലും മാറ്റത്തിന് നിർദ്ദേശം വച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. മറ്റൊരു സവിശേഷത, കാലങ്ങളായി കേൾക്കുന്ന പിന്നിരക്കാരെന്ന പേരിനും മാറ്റം വരാൻ പോവുകയാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ക്രമം മാറുമ്പോൾ കേരളം അതിനൊപ്പം മാറിയോ എന്നാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. അധ്യാപക സംഘടനാ നേതാക്കളും വിദ്യാഭ്യാസ നിരീക്ഷകനടങ്ങുന്ന പാനലാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രൊഫസർ എ ജി ജോർജ്, വിദ്യാഭ്യാസ നിരീക്ഷകൻ; KSTA സംസ്ഥാന സമിതി അംഗം ശ്രീമതി BM ശ്രീലത; KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ വെഞ്ഞാറമൂട്; NTU നേതാവ് ശ്രീ അഖിലേഷ് എന്നിവരാണ് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീമതി BM ശ്രീലതയിൽ നിന്ന് ചർച്ച ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി കുറേ ദിവസങ്ങളായി കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 5ാം വർഷമാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നവണ്ണമാണ് അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. KSTA ഈ നിർദ്ദേശങ്ങളെ കാണുന്നത് പൂർണ്ണമായും അനുകൂല മനസ്സോടെയാണ്. KSTA സംബന്ധിച്ച് നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖല ഒരു കാലത്ത് അനാദായകരമെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടപ്പെട്ടിരുന്ന വിദ്യാലയങ്ങൾ, ലാഭനഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് തളച്ചിടപ്പെട്ടിരുന്ന പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന്, ഒരുപക്ഷെ അന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിന്ന പൊതുവിദ്യാലയങ്ങളെ ഏറ്റെടുക്കുകയാണ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 4 വിദ്യാലയങ്ങൾ ഏറ്റെടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ വിദ്യാലയ മേന്മ, അതായത് അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തന്നെയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആദ്യം ചെയ്തത് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം അന്ന് ഉണ്ടായ മാറ്റം. പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ, അപ്പോൾ അവിടെ വിദ്യാഭ്യാസ മേഖല എന്താണ് ഉദ്ദേശിച്ചത്? വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം മനുഷ്യനെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് സാധാരണക്കാരായ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പ്രവർത്തനങ്ങളുടെ മികവായി നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം അനുകൂലിക്കുക എന്നുള്ളതല്ല, എന്നാൽ ഏറെക്കുറെ അനുകൂലിക്കുകയും നിർദ്ദേശം വയ്ക്കേണ്ടിടത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് KSTA എന്ന അധ്യാപക പ്രസ്ഥാനം മുന്നോട്ട് പോയത്. പ്രാഥമികമായ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. മടങ്ങിയെത്താം. ശ്രീ അനിൽ, നോക്കൂ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ പിൻസീറ്റ് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന പ്രയോഗമടക്കം മാറാൻ പോകുന്നു എന്ന നിർദ്ദേശങ്ങളെ അടക്കം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഭ്രമം എന്ന നിലയിലാണ്. ഈ നിർദ്ദേശങ്ങൾക്ക് 5ാം വർഷത്തിൽ അദ്ദേഹം ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ പൊതുസമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അധ്യാപക സംഘടനാ നേതാവ് എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരമൊരു മാറ്റത്തിന് ഈ സിസ്റ്റം ഇപ്പോൾ സജ്ജമാണോ? നമ്മൾ സാധാരണ ഒരു അക്കാഡമിക് വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി ഒരു വർഷം നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു വർഷം ആരംഭിച്ച് 2 മാസം കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ പിൻസീറ്റ് വിവാദവും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചർച്ചയ്ക്കായി മുന്നോട്ട് വച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 65-ൽ പരം വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ഇരുന്ന് പഠിക്കുന്നത്. അവിടെ ക്ലാസ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത് 8 മീറ്റർ × 6 മീറ്റർ എന്ന ക്രമത്തിലാണ്. അപ്പോൾ ഈ 65 കുട്ടികളെ ഈ യു ഷേപ്പിൽ ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:45 ആണ്. ഈ 45-50 കുട്ടികളെ ഒരു ക്ലാസ്സിലിരുത്തി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷേ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് LP ക്ലാസ്സുകളിലൊക്കെ ഇത് ചിലപ്പോൾ നടപ്പിലാക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ യു ഷേപ്പിൽ കുട്ടികളിരിക്കുമ്പോൾ സൈഡിലിരിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും എപ്പോഴും അധ്യാപകനെയോ ബോർഡിനെയോ നോക്കിയിരിക്കുമ്പോൾ കഴുത്ത് വേദനയും മറ്റ് പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഈ പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുൻകാലങ്ങളിലാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ കുട്ടികളോ ആണ് ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുക എന്നൊരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറിയപ്പോൾ അങ്ങനെയല്ല.
ഇപ്പോൾ റൊട്ടേഷൻ സിസ്റ്റമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പിൻസീറ്റിരിക്കുന്ന ഏറ്റവും പിൻബെഞ്ചിലിരിക്കുന്ന കുട്ടി അടുത്ത ദിവസം ഒന്നാമത്തെ ബെഞ്ചിലേക്ക് വരികയാണ്. അപ്പോൾ ആ റൊട്ടേഷൻ സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിനനുസരിച്ചുള്ള അനുഗുണമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. വിദ്യാർത്ഥി അധ്യാപക അനുവാദം കൂടി കുറച്ചുകൊണ്ട് മാത്രമേ ഈ സമയമാറ്റം അടക്കമുള്ള നിർദ്ദേശങ്ങളും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അതിന്മേൽ ചർച്ചകൾ നടക്കുകയും എതിർപ്പുണ്ടാവുകയും അല്ലെങ്കിൽ അതിന്റെ തുടർ ചർച്ചകൾക്കായി വിട്ടു നൽകുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന നിലയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണോ അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കൂടുതൽ ചർച്ചയാക്കാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണോ? എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ അധ്യാപക സംഘടന അതിനെ കാണുന്നത്? പൊതുവിദ്യാഭ്യാസ മേഖല ഒട്ടേറെ പ്രശ്ന സങ്കീർണമായി കടന്നു പോവുകയാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കടന്നു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ സംഘടനയും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം +2 പരീക്ഷ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. ഈ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ നമുക്കറിയാം 18-ാം തീയതി മുതൽ ആരംഭിച്ച് 27-ാം തീയതി അവസാനിക്കുന്ന ടൈം ടേബിളിൽ ഇംഗ്ലീഷ് പരീക്ഷയും ഗണിത പരീക്ഷയും മാത്തമാറ്റിക്സ് പരീക്ഷയും ഒരേ ദിവസം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ പരീക്ഷയ്ക്ക് പോലും യഥാർത്ഥത്തിൽ വേറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ആ പരീക്ഷയ്ക്ക് പോലും ഒരു പ്രാധാന്യം നൽകുന്ന രീതിയിലല്ല ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം 75,000-ഓളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും പ്രതിവർഷം ഈ വിദേശത്തേക്ക് പോകുന്നു എന്നതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നമുക്കറിയാം, അത് ഇവിടുത്തെ CBSE ICSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് കൂടുതൽ കിട്ടുകയും സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടി പോലും റാങ്കിൽ പുറകോട്ട് പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. ഓക്കെ, ശ്രീ അഖിലേഷ്, കേരളത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക് കടക്കുന്ന ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകമാനം വലിയ ഗുണമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളാണോ? എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ഗിമിക്കുകൾ മാത്രമാണ്. ശരിക്കും വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞ് നാളിതുവരെ കേരളത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ പുരോഗതികളെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള കാര്യക്രമങ്ങളാണ് ഓരോന്നായി നമ്മൾ എടുത്തു നോക്കിയാൽ നടന്നു വരുന്നത്. നമ്മളൊരു വിദ്യാഭ്യാസത്തിൻ്റെ വികാസമുണ്ടായി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളിൽ എന്തുമാത്രമായി മൂല്യാധിഷ്ഠിതമായി പൗരത്വബോധത്തോടു കൂടി സഹാനുഭൂതിയോടുകൂടി അവനിൽ ബുദ്ധിവികാസം ഉണ്ടാകുന്നു എന്ന് നാം ആലോചിക്കണം. പക്ഷേ ഇന്നെന്താ കാണുന്നത് സമൂഹത്തിൽ? ഇത്രയും കാലത്തിനകത്ത് നമ്മൾ കാണാത്ത തരത്തിൽ വിദ്യാർത്ഥികൾ ചേർന്ന് സഹവിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മളെടുത്ത് നോക്കും. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗത്തിൻ്റെ വർധനവ്, നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതികളാക്കപ്പെടുന്നത്, വിദ്യാർത്ഥികളുടെ മൊറാലിറ്റിയിലുണ്ടായ വ്യത്യാസം, സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായ ഒരു കുട്ടിയെ നല്ല മനുഷ്യനാക്കുക എന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞു. അതിന് അനുഗുണമായി കൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിച്ച് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി നടക്കേണ്ടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എല്ലാ സംവിധാനവും അട്ടിമറിക്കപ്പെട്ട് പല വിധത്തിലേക്ക് തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചില കണ്ണിൽ പൊടിയിടാൻ ആളുകൾക്ക് തോന്നുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഷേപ്പിലിരുന്നാൽ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളൊരു ചർച്ച നടത്തുകയാണ്, TV എവിടെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കാൻ സാധിക്കുക? എനിക്ക് കഴുത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. കാര്യം എന്നാൽ ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതൊന്നും നല്ലതല്ല എന്നാണ്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല, സ്കൂളുകളിൽ റൊട്ടേഷൻ സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് അറിയാമെന്നിരിക്കെ ഒരു ഇത് കൊണ്ടുവരുന്നു. സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു തകർച്ചയുടെ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപക സമൂഹം മുഴുവൻ ഒരു അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന കായികമേളകൾ. ആ കായികമേളകൾ അനിശ്ചിതത്വത്തിലാണ്, കായിക അധ്യാപകർ സമരത്തിലാണ്. ഈ നമ്മുടെ ഈ നിയമങ്ങളെല്ലാം അതിൽ KER രൂപപ്പെട്ടതിനു ശേഷം ഒരു പരിഷ്കാരവും ആ മേഖലയിൽ വന്നിട്ടില്ല. തുടങ്ങി എല്ലാ തരത്തിലും ഉണ്ടായ തകർച്ചകളെ, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, UP സ്കൂളിലെ കെട്ടിടങ്ങൾ, പാമ്പ് കടിയേക്കുന്നു, അധ്യാപകർ ഇനി പാമ്പ് പിടുത്തത്തിന് പോകണം എന്നാണ് പുതിയ സർക്കുലർ. ഈ തരത്തിൽ അധ്യാപകരായി കാണാതെ അവരെ ചില ട്രേഡ് യൂണിയൻ തൊഴിലാളി വർഗത്തിന് ഒപ്പമായി കണ്ടുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് മന്ത്രിയും മറ്റും മാറുന്നതിനുണ്ടാകുന്നൊരു അപകടം, ആ അപകടത്തെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇതല്ല ഞാനിതൊക്കെ ചെയ്യാൻ പോകുന്നു, ബിരിയാണി കൊടുക്കാൻ പോകുന്നു, ലൈം റൈസ് കൊടുക്കാൻ പോകുന്നു. എവിടെ നിന്നാണ് എടുത്തിട്ട് കൊടുക്കുന്നതെന്ന്? 10 രൂപയും 17 പൈസയും, അതിൽ 6 രൂപ ജില്ലാനം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതെടുത്ത് വെച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അധ്യാപകർ നെട്ടോട്ടം ഓടി അധ്യാപകരിങ്ങനെ ഓടുന്ന സമയത്ത്
ചില കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഇതിനെ മാറ്റിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിലപാടായിട്ട് ദേശീയ അധ്യാപക്ഷത്തിന് ഇത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ മടങ്ങിയെത്താം. പ്രൊഫസർ എ ജി ജോർജ്, 3 വ്യത്യസ്ത വീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായും ഒരു പൊതുവിദ്യാഭ്യാസം പോലെ വളരെ സെൻസിറ്റീവായ ഒരു മേഖലയിൽ നടക്കുന്ന ഏതൊരു ചർച്ചയും നമ്മുടെ സമൂഹം അത്രമേൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാലോചിതമായ മാറ്റം അനിവാര്യമാണ് എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ നിർദ്ദേശങ്ങളെ ആകമാനം മുന്നോട്ട് വെക്കുന്നതും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുന്നതും ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തുന്നതും. നമ്മൾ സജ്ജരാണോ ഇത്തരമൊരു മാറ്റത്തിന് എന്ന ചർച്ചയ്ക്കുള്ള മറുപടിയാണ് കണ്ടത്. ഒട്ടും സജ്ജരല്ലെന്ന പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ വിലയിരുത്തലുണ്ട്. എന്നാൽ ഇത് കാലോചിതമായ മാറ്റമാണെന്ന് അധ്യാപക KST അടക്കമുള്ള സംഘടനകൾ നിർദ്ദേശം അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു ചർച്ചയിലൂടെ എന്നത്. താങ്കളുടെ നിരീക്ഷണം എപ്രകാരമാണ്? അഭിജിത്തെ, ഞാനൊരു മധ്യമാർഗം സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. എനിക്ക് അഭിജിത്തിനോട് പറയാനായിട്ടുള്ളത്, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയേറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള മറ്റൊരു മേഖലയുണ്ടോ എന്ന് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഏതാണ്ട് ഒരു 10-60 വർഷം ഈ വിദ്യാഭ്യാസ രംഗത്തെ കാലോചിതമായി ഉണ്ടായിരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലം മുതൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കാരത്തിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ്. ഒരു കാലത്ത് എനിക്ക് അറിഞ്ഞുകൂടെ, എന്നോടൊപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ 1959 11 വർഷം ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, നമ്മളൊക്കെ 10+2 എന്നൊക്കെ പറയുന്നത് വളരെ വൈകിയാണ് കേൾക്കാൻ തുടങ്ങിയത്. അവിടെ 10+1 എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു രീതിയാണ്. അത് കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ നേരെ 1 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി എന്നാണെന്ന് പറയുന്നത്, പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ 11 + 1 + 3 എന്ന് പറയുന്ന 15 വർഷത്തെ ഒരു സ്പ്ലിറ്റപ്പ്, ആ തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ ഇവിടെ വലിയ വിവാദമുണ്ടായി. എന്നാൽ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹം അത് നിർബന്ധമായി നടപ്പാക്കി. എന്നാൽ കാലക്രമേണ അതിൻ്റെ പ്രായോഗികമായ വൈഷമ്യങ്ങൾ കാണുകയും ദേശീയ പദ്ധതിയുമായി ചേർന്ന് പോകില്ല എന്ന ആശങ്ക ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ പദ്ധതി പിൻവലിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 10+2+3 എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് ദേശീയമായി മാറിയത്. അവിടെയും അഭിജിത്തിന് നന്നായിട്ട് ഓർമ്മ അറിയാം. അതായത് +2 എന്ന് പറയുന്ന ഒരു കാലഘട്ടം കോളേജിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ 10-40 വർഷം കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. +2 എന്ന് പറയുന്നത് അന്ന് പ്രീ ഡിഗ്രി എന്ന പേരിൽ കോളേജിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ TM ജേക്കബിൻ്റെ കാലത്താണ് ഈ +2 എന്ന് പറയുന്നത് ഒരിക്കലും സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകേണ്ടതല്ല, മറിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വിളിക്കുന്ന ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന +2 സമ്പ്രദായം വന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ അഭിജിത്തിൻ്റെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത്രയേറെ പരീക്ഷണങ്ങൾ കൊണ്ട് സങ്കീർണമായിട്ടുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയെന്ന് എൻ്റെ അനുഭവത്തിലൂടെ പറയാനായിട്ടാണ്. ഇപ്പോൾ അഭിജിത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന 2 പ്രധാന വിഷയത്തിൽ മാത്രം ഞാൻ കേന്ദ്രീകരിക്കാം. ഒന്ന് സമയമാറ്റം, 2 ബാക്ക് ബെഞ്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ചർച്ച. സമയമാറ്റത്തിൻ്റെ പ്രായോഗിക വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ യാതൊരു പ്രയാസവുമില്ല അഭിജിത്തെ. കാരണം നമ്മുടെ ഒരു ദേശീയ നിലവിലിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള സകല മത്സര പരീക്ഷകൾ നടക്കുന്ന കാലമാണ്. IIT, NIT തുടങ്ങിയതായിട്ടുള്ള മത്സര പരീക്ഷകൾ, നീറ്റ് പറഞ്ഞതായിട്ടുള്ള മത്സര പരീക്ഷകൾ, ഇതെല്ലാം ദേശീയ ക്രമം അനുസരിച്ച് നടക്കുമ്പോൾ ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാർച്ച് മാസം 31-ാം തീയതി ആകുമ്പോൾ അക്കാദമിക വർഷം തീരുകയും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ പരീക്ഷ എഴുതി പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഒരുക്കമായി +2 കഴിഞ്ഞിട്ട് ഈ പറയുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തേക്ക്. അപ്പോൾ ദേശീയമായി നടക്കുന്ന ഒരു പരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥികളും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ അവരുടെ ഒരു ടൈം ടേബിളിനെ അട്ടിമറിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഏപ്രിൽ മെയ് കൂടെ പഠിക്കട്ടെ, ജൂൺ ജൂലൈയിൽ അടച്ചിടാമെന്ന് പറയുന്നത് എത്ര അപ്രായോഗികമാണ്. ദയവായി ഇതിനെ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയമായി കാണരുത്. ഞാനൊരു സാധാരണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിമർശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അപ്രായോഗികതയുണ്ട്. 2 കാര്യങ്ങൾ ആലോചിക്കണം അഭിജിത്തെ. താത്വികമായ ഒരു അവലോകനമുണ്ട്, പ്രായോഗികമായ ഒരു അവലോകനമുണ്ട്. താത്വികമായി അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാം. കാരണം മഴക്കാലത്ത് ധാരാളം സ്കൂൾ ദിവസങ്ങൾ നഷ്ടമാകുന്നു. മഴക്കാലത്ത് കുട്ടികൾ ഇറങ്ങി നടക്കാനായിട്ട് പ്രയാസമുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് അവർ വീട്ടിലിരിക്കട്ടെ, ഏപ്രിൽ മെയ് പഠിക്കട്ടെ എന്ന് പറയുന്ന താത്വികമായ സമീപനത്തോട് യോജിപ്പുണ്ട്. അപ്പോഴും മറു ചോദ്യമുണ്ട്, ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് കേരളത്തിൽ വരൾച്ചയുടെ കാലമാണ്.
ഈ ചൂട് പിടിച്ചാൽ നമ്മുടെ സ്കൂളുകളൊന്നും എയർ കണ്ടീഷൻ സ്കൂളല്ല. ഈ ചൂട് കാലത്ത് ഈ വിദ്യാർത്ഥികൾ എങ്ങനെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇരിക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന സമയമാറ്റം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അപ്രായോഗികമാണ് എന്ന് തെളിയിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയുടെ ഒരു ആഗ്രഹം എന്ന രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് പൊതുസമൂഹം സ്വീകരിക്കുമെന്ന് പറയാറായിട്ടില്ല. അനുകൂലമായും പ്രതികൂലമായുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടുതൽ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. രണ്ടാമത്തെ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഒന്നാം ഭാഗത്തു നിന്ന് മാറിത്തരാം. അതായത് രണ്ടാമത്തെ വിഷയം ബാക്ക് ബെഞ്ചർ. അഭിജിത്തിന് നന്നായിട്ടറിയാം, ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിനൊരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ അധ്യയനത്തിൽ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ എന്ന അർത്ഥമാണ് പൊതുവായി വരുന്നത്. എന്നാൽ ഇവിടെ അതിനെ സങ്കടകരം അല്ലെങ്കിൽ കൗതുകകരം എന്ന് പറയട്ടെ, അതിനെ ഇവിടെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പുറകിലെ ബെഞ്ചിലിരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഭൗതികമായ ഒരു വ്യാഖ്യാനമാണ്, ലോജിസ്റ്റിക് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതല്ല ശരിയായി. ബാക്ക് ബെഞ്ചർ എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ പൊതുവായി അധ്യാപകർ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഞങ്ങൾ ബാക്ക് ബെഞ്ചർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ബാക്ക് ബെഞ്ചർ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരല്ല. അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി പറഞ്ഞ, ഞാനും അഭിജിത്തും ജനിച്ചു വളർന്ന കൊട്ടാരക്കരയിലാണ് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു പരീക്ഷണം നടത്തിയത്. യു ഷേപ്പിൽ ഒരു പ്രൈമറി സ്കൂളിലൊരു അധ്യാപിക അവരുടെ ഉൾക്കാഴ്ച കൊണ്ടാണോ അതോ അവരെ ആരെങ്കിലും പറഞ്ഞു ബോധിപ്പിച്ചതാണോ, അവർ 10 30 ഉണ്ടെന്ന് തോന്നില്ല, 30 താഴെയുള്ള കുട്ടികളെ ഈ യു ഷേപ്പിൽ അർത്ഥവൃത്താകൃതിയിൽ ഇരുത്തുകൊണ്ട് ഒരു പരിഷ്കാരം നടത്തി അത് സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. അപ്പോൾ ഇത് തന്നെ പരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. വളരെ വിനീതമായി ഞാൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ബഹുമാനത്തോടും അഭിജിത്തിനോടുള്ള ആദരവോടും ഇവിടെ ഇരിക്കുന്ന എൻ്റെ സ്നേഹിതരോടുള്ള ആദരവോടും പറയട്ടെ, അതല്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനുള്ള മാർഗം. ശ്രീമതി BM ശ്രീലത, നോക്കൂ, ഇവിടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഈ സമീപനങ്ങൾ കൊണ്ട് കുട്ടികളുടെ അക്കാദമിക് നിലവാരം എത്രത്തോളം മാറും എന്നുള്ള നിലയിലേക്കാണ്. കഴിഞ്ഞ 5 വർഷമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് താരതമ്യേന വലിയ പരാതികളില്ലാത്ത ഒരാളാണ് ഞാൻ. മുമ്പ് യൂണിഫോമിന് വേണ്ടി കാത്തിരുന്ന കാലം, അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് തലേ ദിവസം പുസ്തകങ്ങൾ എത്തുന്ന കാലം, അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങളും ചോദ്യപേപ്പറിൻ്റെ കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം വിവാദങ്ങളൊന്നും വലിയ തോതിലില്ലാത്ത കാലത്താണ്. പക്ഷേ സ്കൂളുകളുടെ ഭൗതിക നിലവാരത്തിൽ കിഫ്ബി അടക്കമുള്ള ഏജൻസികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ചില ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നേരത്തെ ശ്രീ അഖിലേഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും പരിഹരിക്കപ്പെടാനാകാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുണ്ട് എന്ന വിമർശനത്തെ KST എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടുത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ആദ്യം കേരളത്തിലെ അധ്യാപക സമൂഹത്തിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമയമാറ്റവുമായി ആണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത്. ആ ചർച്ചയെക്കുറിച്ച് പറയുമ്പം കേവലം 9:30 മുതൽ 3:30 വരെ അല്ലെങ്കിൽ 10 മുതൽ 4 വരെ ജോലി ചെയ്യുന്നവരല്ല കേരളത്തിലെ അധ്യാപകർ. കേരളത്തിലെ സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പ്രവേശിക്കുന്ന സമയം മുതൽ അവസാന വിദ്യാർത്ഥിയും സ്കൂളിൽ നിന്ന് പോകുന്ന സമയം വരെ ഇന്ന് കേരളത്തിലെ അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലുണ്ടായ സമയമാറ്റം എന്നത് നിയമപരമായി കൊടുക്കേണ്ടുന്ന ഒരു അക്കാഡമിക് കലണ്ടർ നിയമപരമായി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. അല്ലാതെ കേരളത്തിലെ അത്തരത്തിൽ സമയബന്ധിതമായി ജോലി ചെയ്യുന്നവരല്ല, സമയത്തിലധികം ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ അധ്യാപകർ. ഞാൻ ഒരിക്കൽ കൂടി കേരളത്തിലെ അധ്യാപക സമൂഹത്തിനെ അഭിനന്ദിക്കുകയാണ് അക്കാര്യത്തിൽ. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചത് ഗുണനിലവാരത്തിൻ്റെ കാര്യം. അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിൻ്റെ ആണ് തുടങ്ങിയത്. ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് തുടങ്ങിയത്. നമുക്കറിയാം ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് വിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ബഹുമാനപ്പെട്ട അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അതിനെ തുടർന്ന് വിദ്യാകിരണ പദ്ധതി ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയിലാണ്. അതായത് പ്രായത്തിനും കുട്ടികളുടെ ക്ലാസ് നിലവാരത്തിനും അനുസരിച്ച് ഒരു വിദ്യാർത്ഥി നേടേണ്ടുന്ന എല്ലാ നൈപുണ്യങ്ങളും നേടിയെന്ന് ഉറപ്പാക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തു തന്നെ സൂചിപ്പിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗ് പറയുകയാണ് കേരളത്തിൽ അക്കാഡമിക് ഇൻഡെക്സിൽ സ്കോറിൽ കേരളം ഏറ്റവും മുന്നിലാണ്. 82.2% നിൽക്കുകയാണ്. അതിൽ 10% താഴെ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങൾ എത്തിയിട്ടുള്ളത്.
നോക്കൂ, 2019 പോലും അന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്ന എന്താ, 20 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും മുന്നിലാണ് കേരളം എന്ന സംസ്ഥാനം. നോക്കൂ, അപ്പം മോശമായതുകൊണ്ടാണോ? അക്കാഡമിക നിലവാരത്തിൽ നമ്മൾ പിന്നിലാണോ? നാസിൻ്റെ സ്റ്റഡി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, കേരളത്തിന് എത്രാം സ്ഥാനം പരിശോധിച്ചു, 2ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ കേരളം അക്കാഡമിക നിലവാരത്തിൽ പിന്നിലാണോ? നാം ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ വെക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്കറിയാം. കേരളത്തിൽ ഈ പൊതുവിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ട് സമഗ്ര ഗുണമേന്മയിൽ ലക്ഷ്യമാക്കി പോകുമ്പോൾ അടുത്ത് ഈ പശ്ചാത്തല സൗകര്യ വികസനത്തെ തുടർന്ന് എന്താ ആ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കേണ്ടുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കേണ്ടുന്ന പാഠ്യപദ്ധതി കൊണ്ടുവന്നു. പാഠ്യപദ്ധതി നടപ്പിലാക്കി. എങ്ങനെയാണ് പാഠ്യപദ്ധതി നടപ്പിലാക്കി? ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജനകീയ ചർച്ചയിലൂടെ കുട്ടികളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചുകൊണ്ട്, കുട്ടികളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട്, രക്ഷിതാക്കളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട്, പൊതുജനങ്ങളുടെ ചർച്ചയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അത്തരത്തിലൊരു പാഠ്യപദ്ധതി രൂപീകരണത്തിലേക്ക് പോയി. ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ പാഠ്യപദ്ധതി പരിഷ്കരണം തന്നെ ലക്ഷ്യമിടുമ്പോൾ 16 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പരിഷ്കരണം നടന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെയും ലിംഗനീതിയും തുല്യതയും സമത്വവും സാഹോദര്യവും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള, നമുക്കറിയാമല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അല്ലെങ്കിൽ പാഠ്യപദ്ധതി എന്നുള്ളത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ട് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ്. പ്രാദേശിക വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് നമുക്ക് കേരളത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ജനകീയ ചർച്ചയിലൂടെ പാഠ്യപദ്ധതി കൊണ്ടുവന്ന കേരളത്തിലെ സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. അടിച്ചേൽപ്പിക്കുന്നില്ല. അവിടെ ചർച്ചയിൽ നിന്ന് മാത്രം അഭിപ്രായ രൂപീകരണത്തിലൂടെ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ അനിൽ, നോക്കൂ, പ്രൊഫസർ എ ജി ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടശ്ശേരി മാഷിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നടപ്പാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ എല്ലാ കാലത്തും വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിദ്യാലയങ്ങളാണ്, വിദ്യാർത്ഥികളാണ്, നാളെയുടെ വാഗ്ദാനമാണ് എന്നുള്ള നമ്മുടെ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ എത്തുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ചർച്ചകളൊക്കെ നടത്തപ്പെടുന്നത് ഒരു അധ്യയന കാലഘട്ടത്തിലാണ്. ഒരു ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ട് ജൂൺ മുതൽ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഈ ചർച്ചകൾ വേനലവധിക്ക് നടത്തിക്കൂടാ? പക്ഷെ അതൊന്നും ചെയ്യാതെ എല്ലാ വിവാദങ്ങളും കൊണ്ടുവരുന്നത് കൃത്യം ഈ സമയങ്ങളിലാണ്. ഇതെല്ലാം സ്കൂൾ തുറന്ന് 2 മാസം കഴിയുമ്പോഴാണ് വിവാദങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ന് പത്രത്തിലൊരു വാർത്തയുണ്ട്. 675 സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ 675 ഗവൺമെൻറ് മേഖലയിലെ സ്കൂൾ കെട്ടിടങ്ങൾ അത് കാലപ്പഴക്കം ചെന്നതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, സുരക്ഷയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിനുണ്ടായ നിദാനമായ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം. കൊല്ലത്ത് തേവലക്കരയിലൊരു വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടതാണ് ഇതിന് കാരണമായി തീർന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ പരിഹരിച്ചുകൂടാ? കേരളത്തിലെ 63% എയ്ഡഡ് വിദ്യാലയങ്ങളാണ്. ഈ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പരിശോധന ഇതുവരെ നടത്തിയിട്ടില്ല. അവിടുത്തെ സ്കൂളുകളിൽ സുരക്ഷയുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാലം കൂട്ടി തീരുമാനിക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സമയം മാറുന്നു. ജോർജ് സാർ വളരെ കൃത്യമായ ആ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ വെക്കേഷൻ കാലഘട്ടം ഏപ്രിൽ മെയ്യിൽ നിന്ന് മാറി പകരം ജൂൺ ജൂലൈയിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊരു ചർച്ച വീണ്ടും കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സംതൃപ്തമായൊരു അധ്യാപക ജീവിതം ഉണ്ടായാലേ, അധ്യാപകർ സംതൃപ്തമായി ജോലി ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയെ നമുക്കുണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അലീന ബെന്നി എന്ന് പറയുന്ന ടീച്ചർ 6 വർഷക്കാലം വർക്ക് ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. 14 വർഷം ഒരു ടീച്ചർ ജോലി കയറിയിട്ട് 14 വർഷക്കാലമായി ശമ്പളം കിട്ടാതെ ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ വിദ്യാഭ്യാസ മേഖല എത്തിച്ചേർന്നിരിക്കുന്നു. ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ സെക്കൻഡറിയിലെ പരീക്ഷ നടത്തിപ്പ് എന്ന് പറയുന്നത് അതാത് സ്കൂളുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്കൂളിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. പരീക്ഷയെ ഗവൺമെൻറ് എങ്ങനെയാണ് കാണുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഒരു ഏകീകൃത സ്വഭാവം വേണ്ടേ?
ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകേണ്ട കുട്ടികൾ നേരത്തെ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 50ഓളം പ്രവേശന പരീക്ഷകളാണ് ഈ ഏപ്രിൽ മെയ് മാസം കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ മാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് പരീക്ഷ നടക്കേണ്ടതുള്ളപ്പോൾ നമ്മുടെ ഈ പറയുന്ന വെക്കേഷൻ കാലാവസ്ഥ വെക്കേഷൻ മാറ്റുക എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ വേനൽക്കാലത്ത് പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സൂര്യാഘാതമേറ്റ് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ അപ്രായോഗികമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പകരം ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, മിനിമം മാർക്ക് സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി തീരുമാനമെടുക്കുകയാണ്. തീരുമാനമെടുക്കുന്നത് നിശ്ചയിക്കുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അനുകൂലിച്ച സംഘടന KPST ആണ്. ആദ്യമായി റിപ്പോർട്ട് കൊടുത്തതും KPST സംഘടനയാണ്. ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടുന്ന കുട്ടി മാത്രം വിജയിപ്പിച്ചാൽ മതി എന്ന് കൃത്യമായ വീക്ഷണം അത് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ ഭരണാനുകൂല സംഘടന അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഏറ്റവും അവസാനമാണ് അവർ കൂടി ആ നിർദ്ദേശത്തോട് യോജിച്ചത്. ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് SFI അടക്കമുള്ള സംഘടനകൾ അതിനെ എതിർത്തു. ഞാൻ ചോദിക്കട്ടെ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടതെങ്കിൽ മിനിമം 30% മാർക്ക് കിട്ടി കുട്ടി മാത്രം വിജയിപ്പിച്ചാൽ പോരെ? അത് 8, 9, 10 ക്ലാസ്സുകളിലല്ല, 1ാം ക്ലാസ് മുതൽ അത്തരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നേരത്തെ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധ്യമാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? ഇപ്രാവശ്യം 8ാം ക്ലാസ്സിലെ 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾ പരാജയപ്പെടുത്തി. എന്നിട്ട് വെക്കേഷൻ സമയത്ത് 10 ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ട് അവരെ എല്ലാ കഴിവുകളും 1 വർഷം കൊണ്ട് ലഭിക്കാത്ത മുഴുവൻ കഴിവുകളും ആർജിച്ചെടുത്തു എന്ന വ്യാജേന അവരെന്ത് ചെയ്തു? വീണ്ടും വിജയിപ്പിക്കുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് പ്രൊമോഷൻ കൊടുക്കുന്നു. നമ്മളിത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിഷയങ്ങളെ സവിസ്തരം പഠിക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ശ്രീ അഖിലേഷ്, നോക്കൂ, ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ അക്കാദമിക് അന്തരീക്ഷം. അത് എത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ടീച്ചർ അതിൻ്റെ ചില ഇൻഡെക്സ് ഒക്കെ സൂചിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്, നീതി ആയോഗിൻ്റെ അടക്കമുള്ള കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട്. കേരളം അത്രമേൽ പിന്നിലല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണോ മന്ത്രി ഇത്തരം പുതിയ പരിഷ്കരണങ്ങളിലേക്കും ഒക്കെ ആലോചിക്കാനും ചർച്ചയ്ക്കും വഴിയൊരുക്കുന്നത്? ഇതിനകത്തുള്ളൊരു പ്രധാന വിഷയം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞു നാസിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ തൊട്ട് മുമ്പത്തെ വർഷത്തെ അവസ്ഥ എന്തായിരുന്നു ടീച്ചറെ? എത്രാം സ്ഥാനത്തായിരുന്നു നമ്മുടെ പിന്നിൽ എത്ര സംസ്ഥാനം ഉണ്ടായിരുന്നു? ഇപ്പം നാസ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെടുത്ത എഫർട്ട്. ഇന്ന് എന്താ സംഭവിക്കുന്നത്? 4ാം ക്ലാസ് വരെ പഠിക്കുന്ന LP സ്കൂളിലെ കുട്ടി 5ാം ക്ലാസ്സിലെത്തുമ്പോൾ 5ാം ക്ലാസ്സിലെ അധ്യാപകർ നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും എല്ലാ കുട്ടികൾക്കും അക്ഷരം എഴുതാൻ അറിയാമെന്ന്. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായ രീതി നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഞാൻ മൊത്തത്തിൽ പറയുകയല്ല. പക്ഷേ അത് കഴിഞ്ഞ് 8-ലെത്തുമ്പോൾ പ്രശ്നം, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലെത്തുമ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഇടയിൽ പ്രശ്നം. ആൾ പാസ് സംവിധാനം നടപ്പിലാക്കി കുട്ടികൾക്ക് പരീക്ഷയോടുള്ള പ്രതിബദ്ധത, അല്ലെങ്കിൽ ആ പോർഷൻ പഠിച്ചു തീർക്കണമെന്നുള്ള, പുസ്തകം പഠിക്കണമെന്നുള്ളത്, എല്ലാവരും ജയിക്കുകയാണെന്ന്. പരീക്ഷ എഴുതുന്ന എല്ലാവരെയും ജയിപ്പിച്ച് വിടുകയാണ്. കേരളത്തിൽ പരീക്ഷ എഴുതിയ എല്ലാവരെയും ജയിപ്പിച്ചു. ഇത് എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ ഈ ദേശീയ, നേരത്തെ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ ദേശീയ പരീക്ഷകൾ, നീറ്റിൻ്റെയും മറ്റ് JEE-യുടെയൊക്കെ ദേശീയ പരീക്ഷകൾ വരുമ്പോൾ നമ്മളെ ഈ കേരളത്തിൽ നിന്ന് എഴുതുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാനം എവിടെയാണ്? പറഞ്ഞു ടീച്ചർ വലിയ നേട്ടം കേരളം നേടിയെന്ന്. ഇന്ന് കേരളത്തിൽ നിന്ന് 5000 വിദ്യാർത്ഥികളെ എടുത്താൽ അതിൽ ഏകദേശം 2000 വിദ്യാർത്ഥികൾ മാത്രമാണ് സ്റ്റേറ്റ് സിലബസ് എഴുതിയ കുട്ടികൾ വരുന്നത്. ബാക്കിയുള്ള കുട്ടികൾ മറ്റ് സിലബസിലുള്ള കുട്ടികളാണ് വരുന്നത്. ആകെ എഴുതുന്നതിൽ 90% സംസ്ഥാന സിലബസ് പഠിച്ച കുട്ടികളാണെന്നിരിക്കെ ഒരു 10-15% മാത്രം മറ്റ് സിലബസുകാർ എഴുതുന്നതിരിക്കെ അവരൊരു 20-25% അതിനകത്ത് വരുമ്പോൾ വെറും 2%, 3% സംസ്ഥാന സിലബസിൽ എഴുതിയ നമ്മുടെ കുട്ടികൾ വരുന്നത്. അതല്ലേ പഠിക്കേണ്ടത്, അതല്ലേ പരിഹരിക്കേണ്ടത്. ഞാൻ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ ഇപ്പോൾ ഫിക്സേഷൻ കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം വിളിച്ച QEP മീറ്റിങ്ങിൽ DD പറയുകയാണ്, ഈ വർഷം 335 അധ്യാപകർ പുറത്താണ്. എന്തുകൊണ്ടാണ്? ഡിവിഷനില്ല, പോയി. 135 LP-ക്കാർ, ഏതാണ്ട് 125 UP-ക്കാർ, ബാക്കി ഹൈസ്കൂൾ അധ്യാപകർ, 250 ഡിവിഷൻ ഉള്ള കുട്ടികൾ കുറഞ്ഞു നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. മൊത്തം കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ല മാത്രം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 5000-നും 7000-നും ഇടയിൽ, ഇതുവരെ കണക്ക് പുറത്തു വിട്ടിട്ടില്ല ഗവൺമെൻറ്, പുറത്തുവിടട്ടെ, 7000-ഓളം വിദ്യാർത്ഥികളുടെ കുറവ് നമ്മുടെ ഈ ജില്ലയിൽ മാത്രം വന്നിരിക്കുന്നു. ഈ കുട്ടികൾ എങ്ങോട്ടാണ് പോയത്? നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മറ്റ് CBSE സിലബസ് പഠിക്കാൻ മറ്റ് സിലബസിലേക്ക് കുട്ടികളുടെ വലിയ തള്ളിക്കയറ്റം ഉണ്ടാകുന്നു. ശരിയാണ്, കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന സിലബസിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടായി. പക്ഷേ തിരിച്ചൊഴിയല്ലേ ഇപ്പോൾ CBSE-യിലേക്ക് മറ്റ് സിലബസിലേക്ക്? എന്തുകൊണ്ട്? ഗുണനിലവാരം കൂടിയതിൻ്റെ ഉദാഹരണമാണോ ഈ തിരിച്ചൊഴുക്ക് മറ്റ് സിലബസുകളിലേക്ക്?
അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിട്ടുള്ള CBSE ഈ സമയക്രമമൊന്നും വലിയ പ്രശ്നമില്ല. അവിടെ രാവിലെ 8 തൊട്ട് 2:30 വരെയാണ് മറ്റ് സിലബസുകാർ. അപ്പോൾ മറ്റ് സിലബസുകളിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സിലബസിൽ പോരായ്മകളുണ്ട്. നമ്മുടെ സിലബസ് കൊണ്ട് ദേശീയ പരീക്ഷകളിൽ മുന്നിലെത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ദേശീയ മത്സര പരീക്ഷകളിൽ പിന്നോക്കം പോകുന്നു. JEE-യിലായാലും അതുപോലെ NIT-യിലായാലും IIT-യിലായാലും അല്ലെങ്കിൽ മറ്റ് MBBS സീറ്റുകളിലായാലും നമ്മുടെ സിലബസ് പഠിക്കുന്ന കുട്ടികൾ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ അത് നമ്മുടെ ഗുണനിലവാരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. ഈ ഒരു തകർച്ചയാണ് അടിയന്തരമായി അല്ലാതെ സമയമായി. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ സാറ് വളരെ കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുമാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ മുഴുവൻ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ പരീക്ഷയുടെ അവസാന സമയം കൊണ്ടുവയ്ക്കുന്നു. ജൂൺ മറ്റ് പരീക്ഷകൾ എഴുതാൻ പറ്റും. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധി വരുന്നു. ഈ മഴക്കാലത്ത് അപകടം ഉണ്ടാവില്ലെന്നാണ്, മഴക്കാലത്ത് സ്കൂൾ തുറന്നിരുന്നാൽ അവിടെ അപകടം ഉണ്ടാവില്ലെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴക്കാലവും വേനൽക്കാലവും ഒരുപോലെ. ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് ഈ സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചാൽ ഒരു 50% സ്കൂളുകളിലും ഉച്ചഭക്ഷണത്തിനുള്ള വെള്ളത്തിനുള്ള പ്രശ്നങ്ങളുണ്ട്, വെള്ളം ലഭ്യമല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എങ്കിൽ അത് അപകടമാണ്. രണ്ടാമത്, ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് അധ്യാപക മേഖലയിലും വിദ്യാർത്ഥി മേഖലയിലുമുള്ള മറ്റ് വിഷയങ്ങൾ, പ്രധാന വിഷയങ്ങൾ അവഗണിച്ച് നിർത്തിയിട്ട്, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ മടങ്ങിയെത്താം. ടീച്ചർ, ഇവിടെ 2-3 പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായ വിമർശനങ്ങൾ മാത്രമല്ല. നോക്കൂ, നമ്മുടെ കുട്ടികളുടെ മെറിറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ പ്രൊമോഷൻ ആസ്പെക്റ്റിൽ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ഗ്രാവിറ്റി വരുന്നത്. അങ്ങനെ ഒരു ആക്ഷേപം KSTയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഞാനിവിടെ തൊട്ട് മുൻപ് സംസാരിച്ചപ്പോൾ അതാണ് പറഞ്ഞു നിർത്തിയത്. സമഗ്ര ഗുണമേന്മ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. 2016 മുൻപ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, അന്നത്തെ കെട്ടിടങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു, അന്നത്തെ ഗുണനിലവാരം എന്തായിരുന്നു, അന്ന് എത്രമാത്രം അധ്യാപകർ സർവീസിൽ നിന്ന് പുറത്തായി, അവിടെ നിന്ന് 2016 ശേഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങൾക്കുണ്ടായ മാറ്റം എന്ത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, സമഗ്ര ഗുണമേന്മ എന്നത് കണ്ട് പശ്ചാത്തല വികസനത്തിന് ശേഷം സമഗ്ര ഗുണമേന്മയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും KSTA തയ്യാറല്ല, സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം അത്തരം പദ്ധതികളുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ പ്രിയപ്പെട്ട ഒരു മകൻ്റെ കാര്യം പറഞ്ഞു, മിഥുൻ. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞത്. തീർച്ചയായും നിർഭാഗ്യകരമായൊരു സംഭവമാണ് നമുക്കൊരു മകനെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അത് പറയുമ്പോഴും അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവിടെ സർക്കാർ എന്ത് നിലപാടെടുത്തു, KSTA എന്ന അധ്യാപക പ്രസ്ഥാനം എന്ത് നിലപാടെടുത്തു, മറ്റുള്ളവർ എന്ത് നിലപാടെടുത്തു പരിശോധിച്ച് നോക്കണം. അവിടെ ഓടിയെത്തിയത് ആരാണ്, അവർ ആ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായത് ആരാണ്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വെറുതെ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ഗുണമേന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അക്ഷരം എഴുതാൻ അറിയാമോ? ശരിക്ക് എന്താണ് പാഠ്യപദ്ധതി കൃത്യമായി 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ എങ്ങനെയാണ് കുഞ്ഞിനെ അക്ഷരത്തിലേക്ക് എത്തിക്കേണ്ടുന്നത്, ആശയാവതരണ രീതിയിലൂടെ കുഞ്ഞിനെ അക്ഷരത്തിൽ എത്തിക്കേണ്ടത് കൃത്യമായി നിർണയിച്ചുകൊണ്ടാണ് കേരളത്തിലെ പാഠ്യപദ്ധതി എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പാഠ്യപുസ്തകങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ടീച്ചർ ടെക്സ്റ്റ് പരിശോധിച്ചാൽ അറിയാം, കൃത്യമായ അധ്യാപകർക്ക് അതിൻ്റെ നിർദ്ദേശം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റിലും ഓരോ പാഠഭാഗം കഴിയുമ്പോഴും ഏതേതൊക്കെ അക്ഷരങ്ങളാണ് ആ യൂണിറ്റിൽ ആശയാവതരണ രീതിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞ് നേടിയെടുക്കേണ്ടുന്നതെന്നുള്ളത്, എത്ര പദങ്ങളാണ്, പദസഞ്ചയം എത്രമാത്രമാണ് കുഞ്ഞ് അവിടെ നേടുന്നത് എന്നുള്ളത് കൃത്യമായി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗുണമേന്മയുടെ കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അധ്യാപക പ്രസ്ഥാനവും എന്ന നിലയിൽ KSTയും അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 10ഓളം പദ്ധതികളാണ് KSTA അക്കാഡമിക് മികവിനായി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഈ സിലബസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ മറ്റ് സിലബസിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ ഗ്രാമീണ മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനെത്തുന്നൊരു സംവിധാനമാണ് കേരളത്തിൽ.
ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഞാനൊരു ചില കണക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2017-18 സർക്കാർ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അന്നത്തെ പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം ഞാൻ പറയാം. 10,94,543 സർക്കാർ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിൽ 2023 ആയപ്പോൾ അത് 10,15,504 വിദ്യാലയങ്ങളായി കുറഞ്ഞു. ബാക്കിയുള്ള വിദ്യാലയങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. 6 വർഷം കൊണ്ട് 79,039 സർക്കാർ പള്ളിക്കൂടങ്ങൾക്ക് താഴെ വീഴുകയുണ്ടായി. ഇത് നാം തിരിച്ചറിയണ്ടേ. മറ്റൊന്ന് തന്നെ ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തുവിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് സ്കൂൾ പ്രായത്തിലുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുനിന്നാണ്. അതായത് 16.8% പേര് വിദ്യാലയത്തിന് പുറത്തു നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ത്യ എന്നുള്ളതാണ്. അത് നാം തിരിച്ചറിയണ്ടേ. മറ്റൊന്ന് നോക്കും, ഇപ്പോൾ ഇവിടെ നമ്മുടെ NEP-യുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സാർത്ഥക് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് അതിൻ്റെ കോപ്പി. അതിൽ 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 6.9 ലക്ഷം പ്രൈമറി വിദ്യാലയങ്ങളിൽ 50 കുട്ടികളിൽ കുറവുള്ള 3.6 ലക്ഷം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് നിർദ്ദേശം. അത് എന്താ അതിന് കാരണമായി പറയുന്നതെന്ന് അറിയാമോ? 50 വിദ്യാർത്ഥികളിൽ കുറവ്. ഞാൻ ആ പേജ് കൃത്യമായി എടുത്ത് വായിക്കാം. 50 വിദ്യാർത്ഥികളിൽ കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയാണ്. ഈ 50 വിദ്യാർത്ഥികൾ കുറവ് എന്ന് പറയുമ്പോൾ ആ 50 കുറവ് വരുന്ന ഇപ്പോൾ ഏതിൻ്റെ നമ്മുടെ സ്കൂൾ കോംപ്ലക്സ് NEP-യിൽ സ്കൂൾ കോംപ്ലക്സ് എന്നുള്ള ആശയത്തിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അത്തരം, അതായത് അടച്ചുപൂട്ടൽ എന്നുള്ളതല്ല, സംയോജനം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നോക്കൂ, ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയം അത്തരത്തിൽ കുട്ടികളില്ല എന്നുള്ള കാരണത്താൽ, അനാദായകരമെന്ന കാരണത്താൽ 2014 ശേഷം അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ടോ? പരിശോധിക്കണ്ടേ. കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം പൊതുവിദ്യാലയത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് വ്യക്തമാണ്. റോസ് ജോർജ്, നോക്കൂ, നമ്മളൊരു കേരള മോഡൽ എല്ലായ്പ്പോഴും വലിയ അഭിമാനത്തോടു കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു പദപ്രയോഗമാണല്ലോ. ആ കണക്കുകൾ ഉദ്ധരിച്ചാണ് ഇപ്പോൾ ടീച്ചർ ഈ വിഷയത്തെ സംസാരിക്കാൻ ആഗ്രഹിച്ചതും അതിനെ അവതരിപ്പിച്ചതും. ഇതിൻ്റെ മറുവശം നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പടി മുന്നിലാണ്, മികവിൽ ഒരു പടി മുന്നിലാണ് എന്നുള്ള നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തോതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തലിൽ താങ്കൾ എത്ര ശതമാനം ഈ സംസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നുണ്ട്? ഇത് ഞാനെന്തായാലും ഒരു സംഖ്യാപരമായ കണക്കുകളൊന്നും ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നമ്മളൊരു പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുഴുവനുള്ള സംസ്ഥാനത്തെ പള്ളിക്കൂടങ്ങളുടെ എണ്ണവും അവിടെ അടച്ചുപൂട്ടാത്തതും പൂട്ടിയതുമായ സ്കൂളുകളുടെ എണ്ണമോ എന്ന് പറയുന്നത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇന്നും ചർച്ച ചെയ്യുകയാണ്. ഞാനിത് നിരന്തരമായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പോകുന്നതിപ്പോൾ അഭിജിത്ത് തിരഞ്ഞെടുത്ത വിഷയം തന്നെ കേരളത്തിലെ പരിഷ്കാരങ്ങൾ ഏത് നിലയിൽ എത്തി നിൽക്കുന്നു, അതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് അഭിജിത്ത് നടത്തിയ നിരീക്ഷണങ്ങളോട് എനിക്ക് യോജിപ്പാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നൂതനങ്ങളായ പല ആശയങ്ങളും നടപ്പാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു. അക്കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന് പരിഷ്കാരങ്ങളെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമായി ചെയ്യാൻ സാധ്യമല്ലല്ലോ. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സംവിധാനം മാത്രം പിന്തുണച്ചാൽ പോരല്ലോ. കാരണം ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂട്ടായ്മയായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം പോലെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വിഷയത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്നത് പരമമായ ഒരു സത്യമാണ്. അഭിജിത്ത് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ നടത്തുന്നതായിട്ടുള്ള ഈ പരിഷ്കാരങ്ങളൊക്കെ ഏത് നിലയിൽ എത്തുന്നു, നമുക്കതിനെ സംബന്ധിച്ചുള്ള ഒരു ഭാവി കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി പറഞ്ഞു, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രൈമറി സ്കൂളുകൾ കണ്ടാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തോന്നിപ്പോകുമെന്നൊക്കെ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അധ്യാപകർക്ക്, ഞാനും ഒരു അധ്യാപകനായിരുന്നു, പറയാൻ സാധിക്കുമോ ഇവിടുത്തെ ഗുണനിലവാരം ഏതാണ്ട് ഒരു ദേശീയ നിലവാരത്തിലേക്ക് എത്തിയെന്നുള്ളത്? ചില സർവേകളുടെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. സർവേകളെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. അതിനെക്കുറിച്ച് ധാരാളം വിമർശനങ്ങളുണ്ട്. ഈ സർവേ ഒന്നുമല്ല നമ്മൾ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്ന മറ്റ് സർവേകൾ ധാരാളമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അഭിജിത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന മൗലികമായ ലക്ഷ്യം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ഈ കുറുക്ക് വഴികളിലൂടെ അത് സാധ്യമല്ല എന്നുള്ളത് കാണണം. ശ്രീ അനിൽ വെഞ്ഞാറമൂട്, നോക്കൂ, ഇവിടുത്തെ രണ്ട് തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ഒരു സർക്കാരാണ് എന്നാണ് തുടർഭരണത്തിലും ഈ സർക്കാർ നയമായി പ്രഖ്യാപിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യമുണ്ട്. അപ്പം ഇങ്ങനെ ലാഭനഷ്ട കണക്കുകളുടെ മാത്രം തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അധ്യാപക സമൂഹത്തിന് ആകെ സംഘടനകൾക്കാകെ കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൂടെ? നമ്മളുടെ ഭാവിയാണ്, തലമുറകളുടെ ഭാവിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും ഈ KSTയുടെ പ്രതിനിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സ്കൂളും പൂട്ടിയിട്ടില്ല, ഒരു കുട്ടിയെങ്കിലും ഉണ്ട് എങ്കിൽ അവിടെ കൃത്യമായിട്ട് അധ്യാപനം നിയമിക്കുമെന്നാണ് പറഞ്ഞത്. ഈ വസ്തുതാപരമായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ദയവായി ഇത്തരത്തിൽ പറയരുത്. 8 സ്കൂളുകളാണ് ഇതിനോടകം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പൂട്ടിയത്. 2025 മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു സ്കൂൾ പൂട്ടുകയുണ്ടായി. ചെങ്ങന്നൂരിൽ 4 സ്കൂൾ പൂട്ടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതടക്കം 8 സ്കൂളുകൾ പൂട്ടിയ ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ചർച്ചയെ ജോർജ് സാർ പറഞ്ഞത്, നമ്മുടെ ചർച്ചയ്ക്ക് നിദാനമായ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ ചില കാര്യങ്ങളിലൂടെ KSTയുടെ പ്രതിനിധി കുറേ കാര്യങ്ങളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രശ്നാധിഷ്ഠിതമായ ഒരു പുസ്തകം പാഠ്യപദ്ധതി സമീപനമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതിനെ കണ്ടൻറ് ഓറിയൻ്റാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. 2012 2013 പുറത്തിറങ്ങിയ കാമ്പും കാഴ്മ്പുമുള്ള പുസ്തകം, ആ പുസ്തകം ആദ്യ പിണറായി സർക്കാർ വന്നിട്ട് പോലും പരിഷ്കരിക്കാൻ തയ്യാറായില്ല. എന്നാൽ 11 വർഷങ്ങൾക്ക് ശേഷം 2023 ആ പുസ്തകം പരിഷ്കരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ടാണ് പരിഷ്കരിച്ചത്. എന്തുകൊണ്ടാണ്? അത്രയേറെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിരുന്നു ആ പുസ്തകങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പരിഷ്കരിച്ചത്. എന്ന് മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളുടെ സ്കൂളുകളൊക്കെ മെച്ചപ്പെട്ട കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ MLA-മാർക്കും ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 കോടി രൂപ കൊടുത്തുകൊണ്ട് സ്കൂൾ വികസനത്തിന് വേണ്ടി തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ്. അതിനുശേഷമാണ്, അതിന് തുടർച്ചയായിട്ടാണ് മറ്റ് ഗവൺമെൻറ് വന്നപ്പോഴും ആ സ്കൂളുകളുടെ വികസനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം ടീച്ചർ കുറേ കണക്കുകൾ, നാസിൻ്റെ കണക്ക് നേരത്തെ NTUവിൻ്റെ പ്രതിനിധിയോടെ സൂചിപ്പിച്ചു. അപ്പം നമുക്ക് ഈ നാസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ വിജയ ശതമാനം കൂടിയെന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് കൂടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി എടുത്ത എഫർട്ട് എത്രയാണെന്ന് അറിയാം. നമ്മൾ അങ്ങനെ ഒരു എഫർട്ട് എടുത്തിട്ട് അധ്യയന സമയം വെട്ടിക്കുറച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ നിലവാരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, ടീച്ചറെ സൂചിപ്പിച്ചത്, അവിടെ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി അവിടെ മരിക്കുമ്പോൾ എല്ലാവരും എത്തി. അവിടെ ജനപ്രതിനിധികൾ, കോൺഗ്രസ്, അങ്ങനെ രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ല, എല്ലാവരും എത്തിച്ചേർന്നവരാണ്. അല്ല ഒരു CPM-കാരാണ് മാത്രം എത്തിയെന്നോ KSTക്കാരന് മാത്രം എത്തിയെന്നോ അങ്ങനെ പറയാതിരിക്കുക, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ നടപടിയെടുത്തപ്പോൾ ആദ്യം നടപടിയെടുത്തത് HM-നെതിരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. HM-നെ സസ്പെൻഡ് ചെയ്യുന്നു, പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യുന്നു. പാമ്പ് കടിയേറ്റാൽ അതിന് ഉത്തരവാദി HM-ഉം പ്രിൻസിപ്പാളും. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഏത് പ്രവർത്തനങ്ങൾ എന്ത് വന്നാലും, വീഴ്ച വന്നാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവിടുത്തെ പ്രധാന അധ്യാപകൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പുതിയ മെനു നടപ്പിലാക്കി കഴിയുമ്പോൾ 6 രൂപ 78 പൈസയാണ് LP സ്കൂളിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ പറയുന്ന ബിരിയാണിയോ ഫ്രൈഡ് റൈസോ പനീറോ ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കൊടുക്കാൻ, അതിന് ഫണ്ട് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അത് പ്രഥമാധ്യാപകരുടെ ജോലി അതാണെന്നാണ് പറയുന്നത്. പ്രഥമാധ്യാപകൻ്റെ ശമ്പളത്തിൽ നിന്ന് കണ്ടെത്തണമെന്ന് പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്തണമെന്ന് പറയുന്നു. അതൊക്കെ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്രായോഗികമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് നമ്മുടെ നിലവാരം, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. നമ്മളുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എനിക്ക് എല്ലാവരിലേക്കും ഒരിക്കൽ കൂടി പോയിക്കൊണ്ട് ശ്രീ അഖിലേഷ്, നോക്കൂ, ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ നിർദ്ദേശങ്ങൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണെന്നാണ് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ബദൽ നിർദ്ദേശങ്ങളുണ്ടോ ഈ നമ്മുടെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ? ഒന്ന്, നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം അത്ര മോശമാണ് ആയിരുന്നു എന്ന അഭിപ്രായമൊന്നും NTUവിനില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നടപ്പിലാക്കിയിരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം.
പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുട്ടികളെ പരീക്ഷണ വസ്തുക്കളാക്കിക്കൊണ്ട് DPP വന്നു, പല പല പദ്ധതികൾ വന്നു. ആ പദ്ധതികൾക്ക് മുഴുവനുള്ള പരീക്ഷണ വസ്തുവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ് ഹൃദയഭേദകമായ കാഴ്ച. നോക്കൂ, നമ്മൾ മറ്റ് സിലബസുകൾ മറ്റ് സ്റ്റേറ്റുകളൊക്കെ നിലവാരത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും കാണോ ഇത്രയും രക്ഷകർത്താക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുക്കുന്ന ഒരു രക്ഷകർത്ത സമൂഹത്തെ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയധികം കരുതൽ കൊടുക്കുന്ന, ശ്രദ്ധ കൊടുക്കുന്ന, ഊന്നൽ കൊടുക്കുന്ന ഒരു രക്ഷകർത്ത സമൂഹം ലോകത്തെവിടെയും കാണില്ല. അങ്ങനെ ലോൺ എടുത്ത് തൻ്റെ മകള് ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കളുള്ള ഈ സംസ്ഥാനത്ത് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നിത്യവർത്തിക്ക് നിവർത്തിയില്ലാതെ കല്ലും മണ്ണും ചുവന്ന് ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയങ്ങളെ പരീക്ഷണങ്ങളുടെ വേദികളാക്കി മാറ്റരുത് ദയവ് ചെയ്ത്. അവിടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുൾപ്പെടെയുള്ള സമൂഹത്തെ ഇരുത്തി കൃത്യമായി അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ പഠിച്ചും, ഇന്നിപ്പോൾ എന്താണ്, എല്ലാ പദ്ധതികളും വന്നെത്തുന്ന സ്കൂളുകളിലേക്കാണ്. നേരത്തെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, അധ്യാപകനെ പാമ്പ് പഠിപ്പിക്കണം, അധ്യാപകൻ ഇനി ഏതൊക്കെ പദ്ധതികൾ വരുന്നു അതെല്ലാം സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊള്ളണം എന്നാണ്. സ്കൂളിൽ HMൻ്റെ പ്രധാന പണി എന്താ? ഉച്ചഭക്ഷണത്തിന് അരിയും മലക്കറിയും മേടിക്കാൻ ഓടി നടക്കേണ്ട ചുമതലയാണ് അവൾ കൊടുക്കുന്നതോ തുച്ഛമായ പൈസ. ഒരു മുട്ടയ്ക്ക് 6 രൂപ കൊടുക്കും. 6 രൂപയ്ക്ക് എവിടെയെങ്കിലും മുട്ട കിട്ടുമോ? 1 ലിറ്റർ പാലിന് 52 രൂപ കൊടുക്കും. മിൽമ പാലിൻ്റെ വില എത്രയാണ്? അപ്പോൾ ഈ ബാക്കി പൈസ ഇവരെവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ സമയത്തെ, അവരുടെ ശേഷിയെ, ഇതിനെല്ലാം അധ്യാപകരുടെ ഇതിനെ മാറ്റിവയ്പ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂന്നി തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് സമഗ്രമായ വിദ്യാഭ്യാസം കിട്ടത്തക്ക വിധത്തിൽ അവൻ ഓരോ ചുവട് വെച്ച് നാളെ ഈ രാഷ്ട്രത്തിലെ ഒരു ഉത്തമ പൗരനായി ഏത് കർമ്മമേഖലയിൽ പോയാലും തിളങ്ങുന്ന വ്യക്തിത്വമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയേ പറ്റൂ കേരളത്തിൽ. അതാണ് ആവശ്യം. അത് വ്യക്തമാണ്. ടീച്ചർ, ഇക്കാര്യത്തിലുള്ള മറുപടി, അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് ലക്ഷ്യം മാറിപ്പോകുന്നുണ്ടോ ഈ സർക്കാരിന്? തീർച്ചയായും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഗുണമേന്മ തന്നെയാണ്, അക്കാദമിക മികവ് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി സർക്കാർ കാണുന്നത്, KSTA കാണുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 8 സ്കൂളുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞോട്ടെ. മലാപ്പറമ്പ് AUPSൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് പരിശോധിക്കുക. തിരുവണ്ണൂർ AUPSൻ്റെ അവസ്ഥ ഇന്ന് ഒന്ന് പരിശോധിക്കുക. തൃശ്ശൂർ ജില്ലയിലെ പരശുരാമ സ്മാരക LP സ്കൂൾ, മലപ്പുറത്തെ AM LP സ്കൂൾ, ഒരു കാലത്ത് 2016 മുമ്പ് ഇടിച്ചു നിരത്തി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്ന പൊതുവിദ്യാലയങ്ങളാണ് ഇവയെല്ലാം. 2017 ശേഷം 2014 അധികാരത്തിൽ വന്ന സർക്കാരാണ് ഈ സ്കൂളുകളെല്ലാം പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്നതെന്നുള്ളത് കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട്. മറ്റൊന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത്, എൻ്റെ ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ ഒരു സുഹൃത്ത് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ എഫർട്ട് എടുത്താൽ ഗുണനിലവാരം മെച്ചപ്പെടും എന്നുള്ളതാണ്. തീർച്ചയായും അതുതന്നെയാണ്, ആ എഫേർട്ട് തന്നെയാണ് ഞാൻ നേരത്തെ അക്കമിട്ട കണക്കുകളിലൂടെ സൂചിപ്പിച്ചത്. നാസിൻ്റെയും നീതി ആയോഗിൻ്റെയും കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എഫേർട്ട് എടുത്താൽ ഗുണനിലവാരം മെച്ചപ്പെടും. അവിടെ ജോർജ് സാറ് സംസാരിക്കുന്നതിന് നമ്മുടെ അഭിജിത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കൂട്ടായ്മ അല്ലേ? വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിന് എന്താ വേണ്ടത്? എല്ലാവരുടെയും കൂട്ടായ്മയാണ് വേണ്ടത്. അവിടെ പരസ്പരം കുറ്റപ്പെടുത്തലല്ല. പൊതുവിദ്യാഭ്യാസ മേഖല ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മറ്റ് ഏജൻസി സംവിധാനങ്ങൾ റിസൾട്ട് മെച്ചപ്പെടുത്തും. അവിടെ റിസൾട്ട് ഉയരുന്നതിനെ കുറിച്ച് ചർച്ചയില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ റിസൾട്ട് മെച്ചപ്പെട്ടാലേ പ്രശ്നമുള്ളൂ. അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് അധ്യാപകർ അവരെ ഉന്നതിയിലേക്ക്, മികവിന്റെ പാതയിലേക്ക് എത്തിക്കുമ്പോൾ അതിനെയാണ് വിമർശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കൂട്ടായ്മയിലൂടെ നമുക്ക് എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മെച്ചപ്പെടുത്തി ഗുണനിലവാരമുള്ളവരാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ശ്രീ അനിൽ, പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ഏതൊരു പരീക്ഷണം നടപ്പാക്കുമ്പോഴും വളരെ സുചിന്തിതമായ ഒരു സമീപനം അക്കാര്യത്തിൽ ഉണ്ടാകണം. അവിടെ രാഷ്ട്രീയ നിലപാടുകളല്ല പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാകേണ്ടത് എന്ന തിരിച്ചറിവ് ഉള്ള ഒരു സമൂഹമാണ്, ഒരു സേവന സമൂഹമാണ് അധ്യാപകരുടേത്. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഈ സർക്കാർ വിദ്യാർത്ഥികളുടെ മികവിന് വേണ്ടി നടക്കുന്ന നിലപാടുകളോട് നിങ്ങൾ ഒപ്പം നിൽക്കില്ലേ? ഇതിൻ്റെ പ്രധാന പ്രശ്നം, ഒരു കാര്യത്തിലും ചർച്ചയില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി, സംസ്ഥാനതല കമ്മിറ്റിയുണ്ട്. ആ സംസ്ഥാനതല കമ്മിറ്റി അഭിജിത്ത് ഒന്ന് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക്. 3 വർഷമായി ആ കമ്മിറ്റി കൂടിയിട്ട്. ഈ കമ്മിറ്റികളൊന്നും കൂടാതെയാണ്, ആര് പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞുകൂടാ, വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ആരാണ് അദ്ദേഹത്തെ ഉപദേശിക്കണമെന്ന് അറിയില്ല. കാരണം കമ്മിറ്റി കൂടി 2 പ്രധാനപ്പെട്ട സംഘടനകൾ, സർവീസ് സംഘടനകൾ ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
ആ കമ്മിറ്റികൾ കൂടാതെ ഈ പറയുന്ന മെനു മാറ്റവും ഒക്കെ ചർച്ച ചെയ്യാതെ അങ്ങ് പറയുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഇല്ല. ഇപ്പോൾ നേരത്തെ NTUവിൻ്റെ പ്രതിനിധി പറഞ്ഞു കായിക അധ്യാപകരുടെ വിഷയം. നമുക്കറിയാം, നമ്മൾ ഈ സൂംബ ഡാൻസ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, പുസ്തകം ഉൾപ്പെടെ ഉണ്ട്, പക്ഷേ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. 500 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ മാത്രമേ ഒരു കായിക അധ്യാപകനെ നിയമിക്കാൻ കഴിയുന്നുള്ളൂ. അത് 300 ആക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന്, അതുപോലും ചെയ്യുന്നില്ല. അതുപോലെ പാചക തൊഴിലാളി, നമ്മൾ ഈ പറയുന്ന പാചക തൊഴിലാളി വെച്ചിട്ടുണ്ട്. 500 വിദ്യാർത്ഥികൾ പാചകം ചെയ്യാൻ ഒരു തൊഴിലാളി, എങ്ങനെയാണ് സാധ്യമാകുക? യഥാർത്ഥത്തിൽ ഒരു 150 കുട്ടികളുണ്ട് എങ്കിൽ 2 പാചക തൊഴിലാളികളും ഇല്ലാതെ പാചകം ചെയ്ത് കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 2.5 ലക്ഷത്തോളം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കുട്ടികളുണ്ട്. ഈ സുപ്രീം കോടതി ഒരു വിധിയുണ്ട്, ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കാൻ വേണ്ടി കഴിഞ്ഞ 4 മാസമായി ആ വിധി നടപ്പിലാക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഓക്കെ, ഞാൻ ഈ ചർച്ചയുടെ അവസാന ഒരു നിമിഷം എനിക്ക് പ്രൊഫസർ AG ജോർജിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. നമ്മുടെ സമയം പൂർത്തിയാക്കണം. താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ടീച്ചർക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്നാണോ? ഇവിടെ സൂചിപ്പിച്ച ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം കൂടി, കായിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ, പ്രൊഫസർ AG ജോർജ്, നോക്കൂ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നടത്തുന്ന മാറ്റത്തിനുള്ള സമീപനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് ഈ ഘട്ടത്തിലൊരു മാറ്റം എന്ന് ചോദ്യം ഉയർന്നപ്പോൾ മന്ത്രി പറയുന്നത് കാലോചിതമായി മറ്റ് അന്താരാഷ്ട്ര നിലവാരം അടക്കമുള്ള നേട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, അതിന് ചില പരീക്ഷണങ്ങൾ അനിവാര്യമാണ്, അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ വേണം. അങ്ങനെ ഒരു കൂട്ടായ ചർച്ചയ്ക്കുള്ള സ്പേസ് ഉണ്ടോ ഇപ്പോൾ കേരളത്തിൽ? അല്ല, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ അഭിജിത്തെ. അതുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടിയാണ് അദ്ദേഹം ഈ പരിഷ്കാരങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അനിൽ വിചാർമോട് പറഞ്ഞതുപോലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ അവരെല്ലാം അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ തയ്യാറാണെന്ന് അവർ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഉദ്ദേശശുദ്ധിയെ, ഞാൻ പറഞ്ഞ ഒരു വാക്ക് ആവർത്തിക്കുന്നു, അഭിജിത്തിന് നന്നായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശശുദ്ധിയെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള കുറുക്ക് വഴികളിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് വിമർശനത്തിന് വിധേയമാകുന്നത്. അപ്പോൾ ഇതൊരു സമഗ്രമായ ഗുണനിലവാരം ദേശീയ അന്തർദേശീയ നിലവാരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ തീർച്ചയായും കക്ഷിഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു ഒറ്റ വാക്യത്തിൽ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, കീം പരീക്ഷയിലുണ്ടായത്. ഞാൻ വിസ്തരിക്കുന്നില്ല, ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. എത്ര ധൃതി പിടിച്ച ഒരു തീരുമാനമാണ് എത്രയോ കുട്ടികളെ മാനസികമായി അവരെ രക്ഷിതാക്കളെ തകർത്തത്. അപ്പോൾ അതുപോലെയുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ അവധാനതയോടുകൂടെ ദീർഘദൃഷ്ടിയോടുകൂടെ ക്രാന്തദർശിത്വത്തോടെ സമീപിക്കേണ്ട ആളുകളാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എന്നാണ് എൻ്റെ വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന ഏതൊരു മാറ്റവും വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ തുറന്ന ചർച്ചകളും കൂട്ടായ ചർച്ചകളുമാണ് ഈ വിഷയത്തിൽ അനിവാര്യം. ടോക്കിംഗ് പോയിന്റുകളൊക്കെ ഇവിടെ പൂർത്തിയാകുന്നു. വളരെയധികം നന്ദി സജീവമായും ക്രിയാത്മകമായും ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 അതിഥികൾക്കും.